ഹായ് ക്രാഫ്റ്റേഴ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വീഡിയോ ആയിട്ടാട്ടോ. അപ്പം നമ്മളിതിലെ മെയിൻ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കിക്കാറ്റ് വെച്ചിട്ട് പിന്നെ ചോക്ലേറ്റ് റാപ്പർ ഉണ്ടാക്കും. അതിന് പകരം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ₹1 ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ചോക്ലേറ്റ് അല്ല, മിഠായി, ₹1 മിഠായി വെച്ചിട്ടുള്ള ഒരു കവർ എങ്ങനെ മേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഏതാ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും, കുട്ടികൾക്കൊരു ഹാപ്പിനെസ് ആവുകയും ചെയ്യും. പല വീഡിയോസിലും കിക്കാറ്റിൽ ചെയ്തെടുക്കുന്ന കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആട്ടോ ഞാൻ സെലക്റ്റാക്കി കൊടുത്ത. എല്ലാവരും ഒരു യൂണിക്കോൺ തീമായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടാണുള്ളത് കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ എടുക്കുക. സ്റ്റിക്കർ എടുത്തതിന് ശേഷം ആ ഒരു ഫേസ് കട്ട് പോലെ ഉള്ള സംഭവമില്ലേ, അതിനകത്ത് നിന്ന് നമ്മൾ കുട്ടീൻ്റെ ഫോട്ടോ സെലക്റ്റാക്കി കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒരു പിക്ക് സെലക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വൈറ്റ് പോർഷൻ നമുക്ക് എത്ര വേണമെന്ന് വെച്ചത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ തീമിൽ ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ കളർ വെച്ചിട്ട് നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ് നല്ലത് എന്ന് നോക്കി ചെയ്യാമെന്നുണ്ട് കേട്ടോ. കൂടുതലും കിക്കാറ്റിൽ ചെയ്യുന്ന വീഡിയോസാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമുക്ക് ചെയ്തെടുക്കാം. അതാകുമ്പോൾ കുട്ടികൾക്കും ഒരു ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. അപ്പം ഇത് ഞാൻ കളറ് ഓരോന്നും മാറ്റി മാറ്റി നോക്കുന്നുണ്ട്, ഏതാണ് നല്ല സപ്പോർട്ടായിട്ട് ഏതാണ് നല്ല വൃത്തിയിൽ വരുന്നതെന്ന് നോക്കി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ അതൊരു മഴവിൽ ഈ ഒരു തീമിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വൈറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ, പക്ഷേ ബോർഡർ വൈറ്റ് കൊടുത്തുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ നമ്മൾ വൈറ്റ് മാറ്റിയിട്ട് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. അതിനുശേഷം നമുക്കിതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ഫോണ്ട് വെച്ച് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ചെയ്യാൻ. സെൻറ്റർ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ടായിട്ട് വേണം ചെയ്യാൻ. കാരണം നമുക്ക് മുട്ടായിയുടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, റാപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രയും പോർഷൻ കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ഇസ എന്നുള്ള നെയിം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കറക്റ്റ് ഒന്ന് മുകളോട്ട് കയറ്റി വെച്ചിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ എഡിറ്റിങ്. ഇത് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നേരെ നമ്മൾ ക്യാൻവ എടുക്കുന്നുണ്ട്. ക്യാൻവയിൽ പോയിട്ട് A3 ഡോക്യുമെൻറ്റ് സെലക്റ്റാക്കി കൊടുക്കുക. നമ്മളിത് A3-ലല്ലേ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ A3-ൽ ഏത് സൈസ് വെച്ചിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിൽ ഒരു A3 ഷീറ്റിൽ എത്ര എണ്ണം വരുമെന്നും നമുക്കൊന്ന് നോക്കി നോക്കാം. പിന്നീട് നമ്മൾ ആദ്യം തന്നെ A3 ഡോക്യുമെൻറ്റ് സെലക്റ്റാക്കി കൊടുക്കുക. നേരെ ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എലൈൻമെൻറ്റ്സിൽ പോയിട്ട് ഒരു ഫ്രെയിം സെലക്റ്റാക്കി കൊടുക്കാം. അവിടെ സെർച്ച് ബാറിൽ ഫ്രെയിം എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിനകത്ത് നമുക്ക് ഫ്രെയിംസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കാണുന്ന ആ സ്ക്വയർ ഷേപ്പ് എന്ന് നമ്മൾ സെലക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് പൊസിഷൻ എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ നമ്മൾ 7 സെൻറ്റിമീറ്റർ വെഡ്ത്തും 7 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് കൊടുക്കുന്നത്. സെലക്റ്റാക്കി കഴിയുമ്പോൾ ആ ഒരു ഫ്രെയിം ആ ഒരു സൈസിലേക്ക് മാറുന്നതായിരിക്കും. അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗാലറി പോയിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ സെലക്ട് ആക്കിയിട്ട് നേരെ ആ ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇതിന് ശേഷം നമ്മളത് കോപ്പി ചെയ്തെടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ, നടുക്കത്തെ ഓപ്ഷനാണ് കോപ്പി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മോർ എടുത്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എടുക്കുക. എന്നിട്ട് എല്ലാം സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വരും. എന്നിട്ട് താഴോട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ എത്രണ്ണം കൊള്ളും അത്രയും നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് സെലക്ട് ആക്കി കൊടുക്കുക.
സെലക്ട് മൾട്ടിപ്ലൈ എടുത്താൽ മതി സെലക്റ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ എല്ലാം നമുക്കൊന്ന് സെലക്റ്റാക്കി കൊടുക്കാം. സെലക്റ്റാക്കി കൊടുക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാണ് കേട്ടോ. നമുക്കൊരു 24 എണ്ണം ഒരു A3 ഷീറ്റിൽ കൊള്ളും. അതിനുശേഷം നമ്മൾ ആ ഒരു ആരോ ഇല്ലേ, ആ ആരോ വെച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്ത് ഫുള്ളായിട്ട് വെക്കുക. നമ്മൾ ഇത്ര സെറ്റാക്കിയിട്ടുണ്ട്. 24 എണ്ണം നമുക്ക് ഇതിനകത്ത് സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ഓപ്ഷൻ എടുത്ത് PNG എന്നുള്ളത് മാറ്റി PDF പ്രിൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഏത് സ്റ്റുഡിയോയിലോ എവിടെയാണോ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുക. 1 രൂപയുടെ മുട്ടായി വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഒരു ഫോട്ടോ ആട്ടോ ഇത് നമുക്ക് നമ്മുടെ കസ്റ്റമർ അയച്ചു തന്നതാണ് കേട്ടോ. ഇത്രയും നോർമൽ സ്റ്റിക്കർ പ്രിൻ്റ് ആട്ടോ നമ്മൾ എടുക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞൊരു ഇടയ്ക്ക് ചെയ്ത വർക്കാണ്. നമ്മൾ കിക്കാറ്റ് വെച്ചിട്ട് ചെയ്തെടുത്ത വർക്കാട്ടോ. കിക്കാറ്റിൻ്റെ സെയിം ഇത് തന്നെയാണ് കേട്ടോ നമ്മളിപ്പം ചെയ്തെടുത്ത 1 രൂപയുടെ ചോക്ലേറ്റിനും. A3 ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് നമ്മൾ ഓരോന്നും സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് ചെയ്യുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. കിക്കാറ്റിന് പകരം ഇപ്പം ചെറിയ 1 രൂപയുടെ മുട്ടായി അല്ലെങ്കിലും നമുക്കൊരു 5 രൂപയുടെ 5 സ്റ്റാറോ 5 രൂപയുടെ ചോക്ലേറ്റോ അങ്ങനെയൊക്കെ വെച്ചിട്ടും സെറ്റാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഓരോ സൈസ് മാറ്റി ഇതുപോലെ സൈസ് മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തെടുത്താൽ മതി.